ആവർത്തന പുസ്തകം 28 നിങ്ങൾ വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. ആരെ? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട്, ശ്രദ്ധയോടെ കേട്ട് ആ വാക്കനുസരിക്കുന്നവൻ. അവരെക്കുറിച്ച് 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. സകലത്തിലും ഒരു ദൈവികമായ ബ്ലെസ്സിങ് ഉണ്ടാകും. അനുഗ്രഹത്തിൻ്റെ മാനദണ്ഡം അനുസരണമാണ്. അനുസരണം എവിടെയുണ്ടോ അനുഗ്രഹം അവിടെയുണ്ട്. നാഥ, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, ഞാൻ നല്ല കഴിവുള്ള ഒരു മുക്കുവനാണ് എന്നാണ് പത്രോസ് പറഞ്ഞത്. രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ച ആളാണ്, ഞാൻ വളരെ ടയർഡാണ്, എങ്കിലും എനിക്ക് ക്ഷീണമുണ്ടെങ്കിലും എൻ്റെ പ്രയത്നങ്ങളെല്ലാം പരാജയം ആയെങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. നീ പറഞ്ഞത് ഞാൻ അനുസരിക്കാം. ബൈബിളിൽ ലൂക്കോസ് 5 എഴുതിയിട്ടുണ്ട്, അങ്ങനെ അവൻ ചെയ്തപ്പോൾ. എങ്ങനെ ചെയ്തപ്പോൾ? യേശു പറഞ്ഞതനുസരിച്ചപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. എവിടെ ഒരു നിറവുണ്ടോ അവിടെ വെളിപ്പെടുന്ന ഒരു അനുസരണമുണ്ട്. അനുഗ്രഹത്തിന്റെ മാനദണ്ഡം അനുസരണമാണ്.